നമസ്കാരം. മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയുടെ ആദ്യം അസാമാന്യ ഭാഗ്യം ഉള്ള നക്ഷത്രങ്ങൾ എന്ന് പറഞ്ഞത് സത്യത്തിൽ എനിക്ക് പോലും അതിശയം തോന്നുന്ന രീതിയിൽ അസാമാന്യമായ ഭാഗ്യം ഈ വർഷം ലഭിക്കുവാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ തന്നെയായതുകൊണ്ടാണ്. കാരണം ഈ വീഡിയോയ്ക്ക് തൊട്ട് മുൻപായിട്ട് പഞ്ചമഹാപുരുഷ യോഗങ്ങളിലെ മാളവ്യ യോഗം സംഭവിക്കുന്ന നക്ഷത്രങ്ങളെപ്പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ശുക്രൻ മീനം രാശിയിലേക്ക് വരുമ്പോൾ 2025 ആദ്യമായിട്ട് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ സംഭവിക്കുന്ന നക്ഷത്രങ്ങളെപ്പറ്റിയാണ് പറഞ്ഞിരുന്നത്. ശുക്രൻ മെയ് മാസം 17 വരെയാണ് മീനം രാശിയിൽ സഞ്ചരിക്കുന്നത്. അപ്പോൾ ഈ സമയത്താണ് പഞ്ചമഹാപുരുഷ യോഗത്തിൽ കൂടി ആ നക്ഷത്രങ്ങൾക്ക് മാളവ്യ യോഗം എന്ന മഹത്തായ ഗുണമുള്ള യോഗം ലഭിക്കുന്നത്. മെയ് മാസം 25 വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ്. ഗ്രഹങ്ങളിലെ ഏറ്റവും ശുഭനായ വ്യാഴം ശുഭനായാൽ എല്ലാം ശുഭമാകും എന്നാണ് പ്രമാണം. വ്യാഴത്തിൻ്റെ രാശിമാറ്റം അതീവ പ്രാധാന്യമുള്ളതാണ്. മെയ് മാസം 25 വ്യാഴം രാശി മാറി മിഥുനം രാശിയിലേക്ക് വരുമ്പോൾ ഗജകേസരി യോഗം ലഭിക്കുന്ന നക്ഷത്രങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചത്. അതിനു വേണ്ടിയിട്ട് പരിശോധിച്ചപ്പോൾ ഈ മാളവ്യ മഹായോഗം ലഭിക്കുന്ന അതേ കൂറുകാർക്കും അതേ നക്ഷത്രക്കാർക്കുമാണ് യോഗങ്ങൾ ലഭിക്കുക എന്നാണ് കാണുന്നത്. അതായത് മെയ് 17 ശുക്രൻ രാശി മാറി മേടം രാശിയിലേക്ക് മാറുമ്പോൾ അവർക്ക് മാളവ്യ യോഗം അവസാനിക്കുന്നു. പക്ഷേ അവർക്ക് ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ ഗജകേസരി യോഗം ലഭിക്കുന്നു. ഗജകേസരി യോഗം വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷം സഞ്ചരിക്കുന്നത് കൊണ്ട് അത് ഈ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന യോഗമാണ്. അപ്പോൾ വളരെ ഗുണപ്രദമായ നല്ല ഗുണങ്ങൾ ലഭിക്കുന്ന നക്ഷത്രങ്ങളാണ് കോൺ രാശിയിൽപ്പെടുന്ന ധനു, മീനം, മിഥുനം, കന്നി ഈ 4 രാശികളിൽ കൂറുകളായി വരുന്ന നക്ഷത്രങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളത് ഇവരുടെ ഗുണങ്ങളെ ഇരട്ടിപ്പിക്കുന്നു. ഈ 2025 ഏറ്റവും അധികം ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രങ്ങൾ ഈ കൂറുകളും നക്ഷത്രങ്ങളും ആണ്. അതുകൊണ്ടാണ് അസാമാന്യ ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രങ്ങൾ എന്ന് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. വീഡിയോ കാണുന്ന ധാരാളം ആൾക്കാർ തങ്ങളുടെ ജാതകപരമായ സംശയങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്. ഇവയ്ക്കെല്ലാം തന്നെ കഴിയുന്നത്ര വേഗത്തിൽ ഞാൻ മറുപടി നൽകുന്നുണ്ട്. എങ്കിലും ചിലരെങ്കിലും ഇപ്പോഴും കമൻ്റായിട്ട് എന്നോട് ചോദിക്കാറുണ്ട്. കമൻ്റായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുക ബുദ്ധിമുട്ടാണ് എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ദയവായി നിങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങളുടെ ജനന തീയതി, ജനന സമയം, ജനന സ്ഥലം, നക്ഷത്രം, നിങ്ങൾക്ക് എന്ത് കാര്യത്തെപ്പറ്റിയാണ് അറിയേണ്ടത്, ഇത്രയും കാര്യങ്ങൾ വാട്സപ്പിൽ മെസ്സേജായിട്ട് അയച്ചു കഴിഞ്ഞാൽ കഴിയുന്നത്ര വേഗത്തിൽ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്. ഇത് തികച്ചും സൗജന്യമാണ്. ഇതിനായിട്ട് യാതൊരു പ്രതിഫലവും ആരും തന്നെ തരേണ്ടതില്ല. നമ്മളുടെ ഇപ്പോഴത്തെ സമയകാര്യങ്ങൾ അറിയുവാനായി കവടിപ്രശ്നം ചിന്തിക്കുമ്പോൾ കവടിപ്രശ്നം ഒരു ഈശ്വരീയ കാര്യമാണ്. അത് ഒരു ദക്ഷിണ വെച്ച് വേണം നോക്കേണ്ടത്. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളൊരു ദക്ഷിണ നൽകേണ്ടത്. അപ്പോൾ മാളവ്യ മഹായോഗം അവസാനിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ യോഗങ്ങൾ ആരംഭിക്കുന്ന രാശികളെപ്പറ്റി ഞാൻ പറഞ്ഞു. മീനം രാശി, കന്നി രാശി, ധനുരാശി, മിഥുനം രാശി ഗ്രഹനിലയിലെ 4 കോണുകളിൽ മൂലയ്ക്കായിട്ടുള്ള രാശികൾ. ഈ രാശികളിൽ വരുന്ന നക്ഷത്രങ്ങൾ. അപ്പോൾ ഈ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഞാനൊന്ന് പറയാം. ചില നക്ഷത്രങ്ങൾ പൂർണ്ണമായിട്ട് വരുന്നില്ല. അതായത് മീനം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദവും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവുമാണ്. ഇവർക്ക് വ്യാഴത്തിനെ കൊണ്ട് അങ്ങേയറ്റം ഗുണം ഉണ്ടാകുന്നു. ഗജകേസരി യോഗം ലഭിക്കുന്നെങ്കിലും മാർച്ച് മാസം 29 ശനി രാശി മാറി ഈ രാശിയിലേക്ക് വരുന്നത് ശനിയെക്കൊണ്ട് ഇവർക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. 30 വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന 7ര ശനിയും കണ്ടകശനിയും ചേർന്ന് വരുന്നൊരു സമയമായതുകൊണ്ട് ഈ മീനക്കൂറുകാർക്ക് ശനിയെക്കൊണ്ട് ദോഷമുണ്ടാകുന്നുണ്ട്. എന്നാൽ വ്യാഴത്തിനെ കൊണ്ട് അവർക്ക് അതീവ ഗുണം ലഭിക്കുകയും ചെയ്യുന്നു. കന്നി രാശി ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാന 3 പാദങ്ങളും അത്തം നക്ഷത്രവും
ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ 2 പാദങ്ങളും അടങ്ങുന്ന കന്നിക്കൂറുകാർക്ക് ഈ മെയ് 25 മുതൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോട് കൂടിയിട്ട് ഗജകേസരി യോഗം ലഭിക്കുകയാണ്. അതേപോലെ തന്നെ ധനുരാശി, മൂലം നക്ഷത്രവും പൂരാടം നക്ഷത്രവും ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദവും അടങ്ങുന്ന ധനുക്കൂറുകാർക്കും ഈ ഗജകേസരി യോഗം ലഭിക്കുന്നു. പിന്നീട് ലഭിക്കുന്നത് കൂറുകാർക്കാണ്. നക്ഷത്രത്തിൻ്റെ അവസാന 2 പാദങ്ങളും തിരുവാതിര നക്ഷത്രവും പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യ 3 പാദങ്ങളും മിഥുന കൂറിലേക്കാണ് വ്യാഴം രാശി മാറി വരുന്നത്. ഈ കൂറുകാർക്കും ഗജകേസരി യോഗം ലഭിക്കുന്നുണ്ട്. ഗജകേസരി യോഗം എന്ന് പറഞ്ഞാൽ അവർക്ക് സർവ്വവിധമായ ഭാഗ്യങ്ങളും ലഭിക്കുവാൻ അവസരം ലഭിക്കുകയാണ്. നല്ലവണ്ണം സമ്പത്തുണ്ടാകുവാനും ദീർഘായുസ്സുണ്ടാകുവാനും ശത്രുക്കളെ വിജയിക്കുവാനും ഐശ്വര്യമുണ്ടാകുവാനും എല്ലാമുള്ള സാഹചര്യങ്ങളാണ് ഗജകേസരി യോഗത്തിൽ ലഭിക്കുന്നത്. അതിവിശിഷ്ടമായ ഈ യോഗം 2025 ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാത്രമാണ് ലഭിക്കുന്നത്. അത് അങ്ങേയറ്റം ഗുണപ്രദമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തിൽ കൂടിയിട്ട് ലഭിക്കുന്ന ഈ യോഗം മറ്റ് ഗ്രഹങ്ങളുടെ ഫലങ്ങളനുസരിച്ച് മറ്റ് ഗുണദോഷങ്ങൾ മറ്റ് നക്ഷത്രങ്ങളിലൊക്കെ ഉണ്ടാകും. മീനക്കൂറുകാർക്ക് ശനിയെ കൊണ്ട് ദോഷമുണ്ട്. അതേപോലെ ഇവർക്കും മറ്റ് ചില ഗ്രഹങ്ങളെ കൊണ്ട് ദോഷങ്ങളൊക്കെ ഉണ്ടാകാം. ദോഷങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ദോഷങ്ങൾ സംഭവിക്കുന്നു എന്നല്ലർത്ഥം, സംഭവിക്കാനുള്ള സാധ്യതകളാണ്. ആ സാധ്യതകളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ദോഷങ്ങളെ ഇല്ലാതാക്കുവാൻ ആ ഗ്രഹത്തിൻ്റെ ദേവതകളെ ഉപാസിക്കുക. അപ്പോൾ നമുക്ക് ആ ദോഷങ്ങൾ മാറിക്കിട്ടും. ഗുണപ്രദമായിട്ട് വരുന്നത് നമ്മൾ കൂടുതൽ പുഷ്ടിപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കതിൻ്റെ കൂടുതൽ ഗുണങ്ങൾ ലഭിക്കും. വ്യാഴം ചന്ദ്രകേന്ദ്രത്തിൽ വരുമ്പോഴാണ് ഗജകേസരി യോഗം ലഭിക്കുന്നത്. ഈ 4 കൂറുകാർക്കാണ് ഇപ്രകാരം സംഭവിക്കുന്നത്. ഈ 4 കൂറുകാരും അതിൽ വരുന്ന നക്ഷത്രങ്ങൾക്കും അതീവ ഗുണകരമായ വർഷമായിരിക്കും 2025 എന്നുള്ളത് വളരെ സത്യമായൊരു കാര്യമാണ്. അതിനെ പ്രയോജനപ്പെടുത്തുവാനും ജീവിതം കൂടുതൽ ഭംഗിയുള്ളതാക്കുവാനും എല്ലാവരും ശ്രമിക്കുക. അതിനെല്ലാവർക്കും ജഗദീശ്വരൻ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നിങ്ങളുടെ ജാതക സംബന്ധമായ സംശയങ്ങൾ എന്തു തന്നെ ആയാലും നിങ്ങൾ ഒരു തവണ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി വാട്സപ്പ് മെസ്സേജിൽ കൂടി എന്നോട് ചോദിക്കുക. നിരന്തരമായിട്ട് പിന്നെയും ചോദ്യങ്ങൾ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയുക ബുദ്ധിമുട്ടാണ്. സൗജന്യമായിട്ടാണ് ജാതക സംബന്ധമായ സംശയങ്ങൾ മറുപടി നൽകുന്നത്. ഇത് പ്രയോജനപ്പെടുത്തുക. മറ്റൊരു ജ്യോതിഷ വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. ശ്രീവല്ലഭോ രക്ഷതു.